എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. പതിവ് പോലെ വീണ്ടും ഞാൻ ഇന്ന് സ്വർണ്ണവില പറയാനായിട്ടാണ് വന്നത്. ഇന്ന് 30/10/2025, അതായത് ഒക്ടോബർ 30 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം സ്വർണ്ണവില കൂടിയിരിക്കുകയാണ്. 22 ക്യാരറ്റ് 916 ഗോൾഡ് ഗ്രാമിന് മേലെ 90 രൂപ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കൂടി. ഒരു ഗ്രാമിന് 11,135 രൂപയും. ഒരു പവൻ്റെ മേലെ 720 രൂപ കൂടി ഒരു പവന് 89,080 രൂപയുമായിരിക്കുകയാണ്. എല്ലാ അസോസിയേഷനും സെയിം റേറ്റ് തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് റേറ്റ് പറയാത്തത്. 22 ക്യാരറ്റ് 916 ഗോൾഡിൻ്റെ റേറ്റാണ് ഞാനിപ്പോൾ പറഞ്ഞ 89,080 രൂപ. അതുപോലെ തന്നെ 18 ക്യാരറ്റ് ഗോൾഡിനും സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം ഉയർന്നിരിക്കുകയാണ്. AKG SMS ഭവന് 75 രൂപയാണ് ഗ്രാമിന് മേലെ ഉയർത്തിയിട്ട് ഒരു ഗ്രാമിന് 9,195 രൂപയും. ഒരു പവൻ്റെ മേലെ 600 രൂപ കൂടി ഒരു പവന് 73,560 രൂപയുമാകുന്നു. 18 ക്യാരറ്റ് ഗോൾഡിന് AKG SMS ഭവൻ്റെ റേറ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി KGSMA എന്ന് പറഞ്ഞ അസോസിയേഷന് ഉച്ചയ്ക്ക് ശേഷം 75 രൂപ തന്നെയാണ് കൂട്ടിയിരിക്കുന്നത്. ഒരു ഗ്രാമിന് 75 രൂപ കൂട്ടി ഒരു ഗ്രാം വരുന്നത് 9,155 രൂപയും. ഒരു പവൻ്റെ മേലെ 600 രൂപ കൂടി ഒരു പവന് 72,040 രൂപയുമാകുന്നു. അതുപോലെ 14 ക്യാരറ്റ് ഗോൾഡിനും സ്വർണ്ണവില കൂടിയിരിക്കുകയാണ്. 14 ക്യാരറ്റ് ഗോൾഡിന് ഉച്ചയ്ക്ക് ശേഷം 50 രൂപ കൂടി ഒരു ഗ്രാമിന് 7,130 രൂപയും. ഒരു പവൻ്റെ മേലെ 400 രൂപ കൂടി ഒരു പവന് 57,040 രൂപയുമാകുന്നു. 14 ക്യാരറ്റ് ഗോൾഡിന് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കേരളത്തിലുള്ള റേറ്റ്. എല്ലാവരും സിൽവറിൻ്റെ റേറ്റ് കൂടി ആവശ്യപ്പെടുന്നതുകൊണ്ട് സിൽവറിൻ്റെ റേറ്റ് പറയാം. AKG SMS ഭവന് സിൽവർ ഒരു ഗ്രാമിന് ഇന്ന് 158 രൂപയും. KGSMA എന്ന് പറഞ്ഞ അസോസിയേഷന് ഇന്ന് ഒരു ഗ്രാമിന് 155 രൂപയുമാകുന്നു സിൽവറിൻ്റെ റേറ്റ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് എനിക്ക് തുടരെ വീഡിയോകൾ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് റിക്വസ്റ്റുകളൊക്കെ വരുന്നുണ്ട്, അങ്ങനെയാണ് ഞാൻ സിൽവറിൻ്റെ റേറ്റ് കൂടി പറയാമെന്ന് വിചാരിച്ചത്. അപ്പം നിങ്ങൾ എല്ലാവരും സന്തോഷിക്കുന്ന പോലെ എനിക്ക് സന്തോഷം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ ഫെഡറൽ റേറ്റ് കട്ടിൽ ഉദ്ദേശിച്ച പോലെ തന്നെ 2.5% കുറച്ചിരിക്കുകയാണ്. അത് ഗോൾഡിന് അനുകൂലമാണ്. അതുപോലെ തന്നെ ഇന്ന് ഷീ ജിൻപിങ്ങും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായിട്ട് സംസാരിച്ചതും വലിയതൊന്നുമില്ല, 10% മാത്രമേ താരിഫ് റേറ്റ് കുറച്ചിട്ടുള്ളൂ. നിലവിലെ 57% നിന്ന് അത് 47% കുറച്ചത് മാത്രമേ ഉള്ളൂ. വിചാരിച്ച പോലത്തെ ഇതൊന്നും വന്നില്ല. പിന്നെ പ്രശ്നങ്ങളൊന്നും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, എല്ലാ പ്രശ്നങ്ങളും അതേപോലെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഗോൾഡ് ഇനിയും മൂവ് ചെയ്യും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും നിങ്ങളുമായിട്ട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു. ഗോൾഡ് എന്തായാലും മേലോട്ട് തന്നെയാണ്. അത്രയ്ക്ക് എമർജൻസി ഉള്ളവർ മാത്രം വിറ്റ് ഒഴിവാക്കിയാൽ മതി, അല്ലാത്തവരൊക്കെ സൂക്ഷിച്ച് വെച്ചോളൂ. ഗോൾഡ് 1 ലക്ഷം 1.5 ലക്ഷമൊക്കെ കടക്കാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്നല്ല, സാവകാശം ഗോൾഡ് എന്തായാലും മൂവ് ചെയ്യും. ഇപ്പോഴത്തെ ചെറിയൊരു ഇൻക്രീസ് ഒന്നും ഇങ്ങനെ താഴോട്ട് പോകുന്നൊന്നും നോക്കണ്ട, അത് മേലോട്ട് തന്നെ ഇൻക്രീസ് ചെയ്ത് വരാൻ ചാൻസ് കൂടുതലാണ്. ഗോൾഡ് റേറ്റ് എന്തായാലും മേലോട്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പം ധൈര്യമുള്ളവരൊക്കെ സൂക്ഷിച്ച് വെച്ചോളൂ. കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ റേറ്റ് കൂടും. അല്ലാത്തവർ വിൽക്കേണ്ടവർ എമർജൻസി ഉള്ളവരൊക്കെ വിറ്റോളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.